നിങ്ങളിങ്ങനെ വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വരും, ഇന്ന് നല്ലൊരു ബിരിയാണി കാലാവസ്ഥയാണല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വയറ് മെസ്സേജ് അയച്ചിട്ടുണ്ട് വിശക്കുന്നുണ്ടെന്ന്. ഇത് കാണുമ്പോൾ അറിയാതെ നമ്മളൊന്ന് ചിരിച്ചു പോകും. ഒരു കൂട്ടുകാരനോ കാമുകിയോ കാമുകനോ അയച്ച മെസ്സേജ് ആയതുകൊണ്ടല്ല ആ ചിരി, മറിച്ച് ഇത് സൊമാറ്റോയോ സ്വിഗ്ഗിയോ അയച്ചതാവും. സത്യം പറഞ്ഞാൽ ഇതൊരു തരം ഡിജിറ്റൽ മാനിപ്പുലേഷൻ ആണ്, പക്ഷേ നല്ല സ്വാദുള്ള മാനിപ്പുലേഷൻ. ഇത് വെറുമൊരു നോട്ടിഫിക്കേഷൻ മാത്രമല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കിടില നീക്കമാണ്. സ്വിഗ്ഗിയും സൊമാറ്റോയും ഈ പുഷ് നോട്ടിഫിക്കേഷനെ വെറുമൊരു ഓർമ്മപ്പെടുത്തലാക്കാതെ സന്തോഷം തരുന്ന ഒരു കുഞ്ഞു നിമിഷങ്ങളാക്കി മാറ്റി. നമ്മളെ ചിരിപ്പിക്കുന്ന, വൈകാരികമായി ചേർത്ത് നിർത്തുന്ന, ഏറ്റവും പ്രധാനമായി വിശപ്പുണ്ടാക്കുന്ന കണ്ടന്റുകളാണിത്. കൃത്യസമയത്ത് എന്ത് പറയണമെന്നറിയുന്ന തമാശക്കാരനായിട്ടുള്ള കൂട്ടുകാരനെ പോലെയാണ് അവരുടെ പുഷ് നോട്ടിഫിക്കേഷനുകൾ. ഇത് യാദൃശികമായിട്ട് സംഭവിക്കുന്നതല്ല കേട്ടോ. ഉപഭോക്താക്കളെ അത്രയേറെ ശ്രദ്ധിച്ച് ഡാറ്റയുടെയും സൈക്കോളജിയുടെയും പിന്തുണയോടെ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ലോകത്ത് ശ്രദ്ധയാണ് ഏറ്റവും വലിയ പണം. ഓരോ ബ്രാൻഡും നിങ്ങളുടെ സ്ക്രീൻ സമയത്തിനും ഓരോ ക്ലിക്കിനും നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ഇടത്തിനും വേണ്ടിയായിട്ട് മത്സരിക്കുന്നത്. ഇമെയിലുകളെയും നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്ന പരസ്യങ്ങളെയും പോലെ അല്ലാതെ പുഷ് നോട്ടിഫിക്കേഷനുകൾ നേരെ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലേക്ക് ലൈവായിട്ട് വരുന്നതാണ്. അത്യാവശ്യത്തിന് നമ്മളെ ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ സ്വിഗ്ഗിയും സൊമാറ്റോയും ചെയ്യുന്നത് പോലെ നന്നായി തയ്യാറാക്കിയാൽ ഇതൊരു ശല്യമായി തോന്നില്ല, മറിച്ച് അതൊരു സംഭാഷണം പോലെയാകും. സ്വിഗ്ഗിയും സൊമാറ്റോയും യൂസേഴ്സിനെ ഒരു സയന്റിസ്റ്റിനെ പോലെയാണ് പഠിക്കുന്നത്. നിങ്ങൾ സാധാരണയായിട്ട് എപ്പോഴാണ് ഭക്ഷണം ഓർഡർ ചെയ്യാറ്? എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടം? മഴ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കാറ്? ക്രിക്കറ്റ് കളി കാണുമ്പോൾ എന്താണ് ഓർഡർ ചെയ്യാറ്? അല്ലെങ്കിൽ ചിലപ്പോൾ പാതിരാത്രി 2 മണിക്ക് ഡെസേർട്ട് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ? ഇതൊക്കെ അവർ കൃത്യമായിട്ട് വിശകലനം ചെയ്യും. ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പ്രൊഡക്റ്റീവ് അനലിറ്റിക്സിന്റെയും ഉപയോഗിച്ച് നമ്മുടെ വികാരങ്ങളെ ഉണർത്തുന്ന നോട്ടിഫിക്കേഷനുകളാണ് അവർ തയ്യാറാക്കുന്നത്. അത് ചിലപ്പോൾ കംഫർട്ട് ഫുഡിനെ കുറിച്ചാവാം, വൻ ഡിസ്കൗണ്ടുകളെ കുറിച്ചാവാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന പേടിയാവാം, അല്ലെങ്കിൽ ഒരു തമാശയാവാം. ഇവിടെയാണ് ഇതിന്റെ ഒരു മാജിക്. അവരൊരു മെസ്സേജ് മാത്രം എഴുതി എല്ലാവർക്കും അയക്കുകയല്ല ചെയ്യുന്നത്. കസ്റ്റമേഴ്സിനെ പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ച് നിങ്ങൾ അവരുടെ സേവനം ഉപയോഗിക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിനനുസരിച്ചും വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളാണ് അവർ തയ്യാറാക്കുന്നത്. പുതിയ ആളാണോ? ആകർഷകമായ ഓഫറുകൾ കിട്ടും. സ്ഥിരം ഓർഡർ ചെയ്യുന്നയാളാണോ? തമാശ കലർന്നൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും വരാം. കുറച്ച് കാലമായിട്ട് ഓർഡർ ചെയ്തിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമെന്ന് കരുതി ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസ് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന പോലുള്ള ഒരു കുറ്റബോധം വരുത്തുന്ന രീതിയിലുള്ള മെസ്സേജുകളായിട്ടും വരാം. ഈ തരത്തിലുള്ള പേഴ്സണലൈസേഷനും കൃത്യമായ സമയത്തുള്ള ഇടപെടലും അഡ്വാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. എന്തുകൊണ്ട് പുഷ് നോട്ടിഫിക്കേഷനുകൾ ഇത്ര പ്രധാനമുണ്ടാക്കുന്നു? ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇതാണ്. കസ്റ്റമർ എവിടെയാണോ ഉള്ളത് അവർക്ക് നിങ്ങളുടെ ആവശ്യമുള്ളപ്പോൾ ഒരു പരസ്യം പോലെ തോന്നാതെ ഒരു സഹായിയെ പോലെ തോന്നുന്ന കണ്ടന്റുകളുമായി അവരെ സമീപിക്കുക. ഈ ഗോള് നേടാൻ പുഷ് നോട്ടിഫിക്കേഷനുകൾ ഒരു നല്ല വഴിയാണ്. മൊബൈൽ ഫസ്റ്റ്, ഷോർട്ട് ആൻഡ് മെഷറബിൾ കണ്ടന്റ് സ്ട്രാറ്റജി. ഇതൊന്നും സ്വിഗ്ഗി സൊമാറ്റോയുടെ മാത്രം കാര്യമല്ല. നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാൽ ആമസോൺ പുഷ് നോട്ടിഫിക്കേഷനുകൾ അയക്കും. നിങ്ങളുടെ കാർട്ടിൽ ഒരുപാട് നേരം സാധനങ്ങൾ വെച്ചിരുന്നാലോ അവർ ഓർമ്മിപ്പിക്കും. മിന്ത്ര ആണെങ്കിൽ നിങ്ങളുടെ വിഷ് ലിസ്റ്റിലെ സാധനങ്ങൾക്ക് സ്റ്റോക്ക് കുറവാണെന്ന് അറിയിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി വെച്ച് പുതിയ ഓഫറുകൾ അറിയിക്കും. ഈ മെസ്സേജുകൾ നിങ്ങളെ വാങ്ങാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവ ഒരു തരം ഫോമോ ക്രിയേറ്റ് ചെയ്യും. വീണ്ടും അവരുമായി ഇടപെടാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആ ബ്രാൻഡിന് അവയർനെസ് ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് പുഷ് നോട്ടിഫിക്കേഷനുകളുടെ ഒരു രീതി. നിങ്ങൾ അറിയാതെ തന്നെ ആ ബ്രാൻഡ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പുഷ് നോട്ടിഫിക്കേഷനുകൾ ഒരു ഓപ്ഷൻ മാത്രമല്ല, അതൊരു അത്യാവശ്യമാണ്. പക്ഷേ കൂടുതൽ മെസ്സേജുകൾ അയക്കുന്നതല്ല കാര്യം. ശരിയായ മെസ്സേജ് കൃത്യമായ സമയത്ത് ശരിയായ ഇമോഷനോട് കൂടി അയക്കുന്നതിലാണ്. തമാശകളാകട്ടെ, ഇമോഷണലി കണക്റ്റഡ് ആയിക്കോട്ടെ, ആൻഡ് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിക്കോട്ടെ. കാരണം നിങ്ങൾ ഭക്ഷണമാണോ, ഫാഷനാണോ, ഗാഡ്ജറ്റുകളാണോ വിൽക്കുന്നത് എന്നതല്ല വിഷയം. നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്: ശ്രദ്ധ പിടിച്ചു പറ്റുക, ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുക, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. സ്വിഗ്ഗിയും സൊമാറ്റോയും ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മാർക്കറ്റിംഗ് കേസ് സ്റ്റഡീസും സ്ട്രാറ്റജീസും അടങ്ങിയിരിക്കുന്ന AI പവേർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. മറക്കണ്ട, എജുഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച പ്രൈസ് ഡ്രോപ്പിലാണ് ഇപ്പോൾ എൻട്രിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ നൽകുന്നത്. എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.